الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. നമുക്കിനി സൂറത്തുൽ അറാഫിലെ 166-ാമത്തെ ആയത്ത്, 165-ാമത്തെ ആയത്ത്, 165. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فلما نسوا ما ذكروا به أنجينا الذين ينهون عن السوء وأخذنا الذين ظلموا بعذاب بئيس بما كانوا يفسقون. فلما عتوا عما نهوا عنه قلنا لهم كونوا قردة خاسئين. ഫലമ്മാ നസൂ, അവർ മറന്നപ്പോൾ, വിസ്മരിച്ചപ്പോൾ, മാ ദുഃഖിറൂ ബിഹി, അവരോട് ഉണർത്തപ്പെട്ടത്, അവരോട് ഓർമ്മപ്പെടുത്തപ്പെട്ടത്, അൻജൈനല്ലദീന, ഒരു കൂട്ടരെ നാം രക്ഷപ്പെടുത്തി, യൻഹൗന, അവർ തടയുന്നു, അനിസു, ഈ തിന്മയിൽ നിന്നും, വ അഖദ്നല്ലദീന ളലമു, അക്രമികളെ നാം പിടികൂടി, ബിഅദാബിൻ ബഈസ്, കൊടൂരമായ ശിക്ഷ കൊണ്ട്, ബിമാ കാനൂ യഫ്സുഖൂൻ, അവർ പാപം ചെയ്തതുകൊണ്ട്, അവർ അനുസരണക്കേട് ചെയ്തതുകൊണ്ട്. ഫലമ്മാ അത്തൗ, അവർ ധിക്കാരം പ്രവർത്തിച്ചപ്പോൾ, ധിക്കാരത്തോടു കൂടി കാര്യങ്ങൾ ചെയ്തപ്പോൾ, അനുസരണക്കേട് കാണിച്ചപ്പോൾ, അമ്മാ നുഹു അൻഹു, അവരോട് തടയപ്പെട്ടതിൽ നിന്നും, ഖുൽനാ ലഹും, നാം അവരോട് പറഞ്ഞു, കൂനൂ, നിങ്ങൾ ആവുക, ഖിറദത്തൻ ഖാസിഈൻ, നിന്ദ്യരായ കുരങ്ങന്മാരാവുക എന്നുകൂടെ അർത്ഥം പറയാം. ഫലമ്മാ നസൂ, അവർ മറന്നപ്പോൾ, നസിയ, അതിനെന്താ വാക്കാണ് നസൂ, അവരെല്ലാവരും മറന്നപ്പോൾ, മാ ദുഃഖിറൂ ബിഹി, അവരോട് ഉണർത്തപ്പെട്ടതിനെ, അഥവാ ശനിയാഴ്ച നാളിൽ സാബത്താചരിക്കണം, മത്സ്യബന്ധനത്തിന് പോയിക്കൂടാ എന്നീ കാര്യങ്ങൾ അവരോട് ഉണർത്തപ്പെട്ടതിനെ അവർ മറന്നുകൊണ്ട് നിയമലംഘനം നടത്തിയപ്പോൾ, അൻജൈനല്ലദീന യൻഹൗന അനിസ്സൂഇ, ആ തിന്മയിൽ നിന്ന് തടഞ്ഞവരെ അല്ലെങ്കിൽ തടയുന്നവരെ, നഹ യൻഹ തടയുന്നവരെ നാം രക്ഷപ്പെടുത്തി. വഅഖദ്നല്ലദീന ളലമു, അക്രമികളെ നാം പിടികൂടി, ബിഅദാബിൻ ബഈസിൻ, കൊടൂരമായ, അല്ലെങ്കിൽ കടുത്ത, ഷദീദ് എന്നുള്ളതിൻ്റെ വേറൊരു വാക്കായിട്ട്, അല്ലെങ്കിൽ ഏറ്റവും നിന്ദ്യമാക്കുന്ന തരത്തിലുള്ള ശിക്ഷ കൊണ്ട് നാം അവരെ പിടികൂടി. ബിമാ കാനൂ യഫ്സുഖൂൻ, അവർ അനുസരണക്കേട് കാണിച്ചത് കൊണ്ട്. ഫലമ്മാ അത്തൗ, അവർ ധിക്കാരത്തോടു കൂടി കാര്യങ്ങൾ ചെയ്തപ്പോൾ, അമ്മാ നുഹു അൻഹു, അവരോട് വിരോധിക്കപ്പെട്ടതിനെ സംബന്ധിച്ച് ധിക്കാരത്തോടു കൂടിയുള്ള ഒരു നിലപാട് അവർ സ്വീകരിച്ചപ്പോൾ, തുവ് എന്ന ധിക്കാരം കാണിക്കുക, അമ്മാ നുഹു അൻഹു, അവരോട് വിരോധിക്കപ്പെട്ടതിൽ നിന്നും, ഖുൽനാ ലഹും, നാം അവരോട് പറഞ്ഞു, കൂനൂ ഖിറദത്തൻ ഖാസിഈൻ, നിങ്ങൾ നിന്ദ്യരായ കുരങ്ങന്മാരായി തീരുക എന്ന്. ഇക്കാര്യം നമ്മൾ സൂറത്ത് അൽ ബഖറയിൽ 65, 66 ആയത്തുകളിൽ നമ്മൾ കഴിഞ്ഞ ദിവസം അത് നോക്കിയെന്നാണ് തോന്നുന്നത്. 65, 66 ആയത്തുകളിൽ നമ്മൾ പഠിച്ചിട്ടുള്ള സംഗതികളിൽ തന്നെയാണത്. 65, 66, 10-ാമത്തെ പേജിൽ നമ്മൾ പറഞ്ഞില്ലേ, വലഖദ് അലിംതുമുല്ലദീന ഇഅ്തദൗ മിൻകും ഫിസ്സബ്തി, വലഖദ് അലിംതും, നിങ്ങൾക്കറിയാമല്ലോ, അല്ലദീന ഇഅ്തദൗ മിൻഹും, നിയമലംഘനം നടത്തിയവരെ, മിൻകും, നിങ്ങളിൽ നിന്ന്, ഫിസ്സബ്തി, ശനിയാഴ്ച നാളിൽ, ഫഖുൽനാ ലഹും, അപ്പോൾ നാം അവരോട് പറഞ്ഞല്ലോ, കൂനൂ ഖിറദത്തൻ ഖാസിഈൻ, നിങ്ങൾ നിന്ദ്യരായ കുരങ്ങന്മാരായി മാറുക എന്ന് നാം അവരോട് പറഞ്ഞു. ഫജഅൽനാഹ നക്കാല, നാം അതിനെ ഒരു ശിക്ഷയാക്കി,
ലിമാ ബൈന യദൈഹ വമാ ഖൽഫഹ, മുമ്പുള്ള അക്കാലത്തുള്ളവർക്കും പിന്നാലെ വരുന്നവർക്കും. വമൗഇലത്തൻ ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് ഒരു ഗുണപാഠം, ഒരു ഉപദേശവുമാക്കി മാറ്റി നാം ആ സംഭവത്തെ. നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളൊരു സംഗതിയാണ് ഇവിടെ ഈ ആയത്ത്. ഇതിൽ പറയുന്ന കാര്യം അവരോട് ഉണർത്തപ്പെട്ടതിനെ അവർ മറന്നു. അവരോട് ഉണർത്തപ്പെട്ടത് സാബത്ത് ആചരിക്കാൻ, ശനിയാഴ്ച ദിവസം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുവാനായി മാറ്റിവെക്കാൻ, ഭൗതികമായ ഇടപാടുകളിൽ ഒന്നും ഇടപെടാൻ പാടില്ല എന്നാണ് അവരെ ഉണർത്തിയത്. പക്ഷെ അവരത് മറന്നുകൊണ്ട് ധിക്കാരം പ്രവർത്തിച്ചപ്പോൾ അൻജൈനല്ലദീന യൻഹൗന അനിസ്സൂഇ, 3 വിഭാഗം ആൾക്കാരായി മാറി അവർ എന്ന് നമ്മൾ പറഞ്ഞു ഇന്നലെ. ഒന്ന് മത്സ്യം പിടിക്കാൻ തുനിഞ്ഞവർ, മറ്റൊന്ന് ആ മത്സ്യം പിടിക്കാൻ തുനിഞ്ഞവരെ തടയാൻ ശ്രമിക്കുന്നവർ. ചെയ്യരുത്, ഇത് അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് കാരണമാകും, മത്സ്യം പിടിക്കാൻ പാടില്ല എന്ന് നമ്മളോട് പറഞ്ഞതാണ് എന്ന് 163-ാമത്തെ ആയത്തിൽ നമ്മൾ പറഞ്ഞു. അതോടൊപ്പം 164-ാമത്തെ ആയത്തിൽ നമ്മളത് പറഞ്ഞു. വേറൊരു വിഭാഗം ആൾക്കാർ രണ്ടിലും മത്സ്യം പിടിക്കാനും അവർ പോയിട്ടില്ല, എന്നാൽ അവർ മത്സ്യം പിടിച്ചവരെ തടയാനും ശ്രമിച്ചില്ല. 2 ഭാഗത്തിലും പെടാം. നമ്മൾ നിഷ്പക്ഷരാണ്. അവർ പിടിക്കുകയാണെങ്കിൽ പിടിച്ചോട്ടെ, നമ്മൾ പിടിക്കാനും പോണില്ല. ഇവർ തടയണമെങ്കിൽ തടഞ്ഞോട്ടെ, നമ്മൾ തടയാനും പോണില്ല. തടയുന്നവരോട് അവർ ചോദിച്ചു, എന്തിനാ നിങ്ങൾ ഈ വേണ്ടാത്ത പണിക്കണം, ഓര് പിടിച്ചോട്ടെ, അത് നിങ്ങൾക്ക് വലിയ കുഴപ്പമാണ്, നിങ്ങൾ പിടിക്കേണ്ട വെച്ചാൽ പോരെ. യഥാർത്ഥത്തിൽ ഒരു മൂമിനിൻ്റെ സ്വഭാവം അതല്ല. മൂമിനിൻ്റെ നിലപാട് എന്ന് പറഞ്ഞാൽ തിന്മയുണ്ടെങ്കിൽ തിന്മ ചെയ്യാതിരിക്കുകയും മാറി നിൽക്കുകയുമല്ല, ആ തിന്മക്കെതിരെ പൊരുതുക എന്നുള്ളതാണ്. അതാണ് ഒരു തിന്മ കണ്ടാൽ നിങ്ങൾ അതിനെ കൈകൊണ്ട് തടയണം എന്ന് പറഞ്ഞാൽ ബലം പ്രയോഗിക്കാൻ പറ്റുമെങ്കിൽ അതിന് അധികാരം ഉണ്ടാവണം. അധികാരം ഉണ്ടെങ്കിൽ ബലം പ്രയോഗിച്ച് തടയും. അത് സർക്കാരിൻ്റെ ബാധ്യതയാണ്. അതിന് സാധ്യമല്ലെങ്കിൽ നാവ് കൊണ്ട് ഉപദേശിച്ചിട്ടും നിർദ്ദേശിച്ചിട്ടും അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കും. അതിനും സാധ്യമാകാത്ത അന്തരീക്ഷമാണെങ്കിൽ മനസ്സുകൊണ്ടെങ്കിലും അതിനെ വെറുക്കണം. ഒരു നിലക്കും തിന്മയുടെ പക്ഷത്ത് നമ്മൾ ഒരു നിലക്കും ഉണ്ടാകാൻ പാടില്ല, അതിനോട് രാജിയാകാൻ പാടില്ല. ഇസ്ലാമിൻ്റെ ഒരു കൽപ്പനയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ ഒരു സംഘം ആൾക്കാർ അതിനെ വിമർശിക്കുകയും മറുസംഘം ആൾക്കാർ വിമർശിക്കുന്നവരെ ആക്ഷേപിക്കുകയും ചെയ്ത നിലപാട് സ്വീകരിച്ചതാണ് ഇന്നലെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഈ കുറ്റം ചെയ്തവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചവരെ നമ്മൾ രക്ഷപ്പെടുത്തി. പിന്നെ കുറ്റം ചെയ്തവരെ കൊടൂരമായ ശിക്ഷ കൊണ്ട് പിടികൂടുകയും ചെയ്തു. അപ്പോൾ മറ്റേ കൂട്ടരെ അതിനെപ്പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല. അവർ രക്ഷപ്പെടുത്തപ്പെട്ടവരിലാണോ ഉള്ളത്, ശിക്ഷിക്കപ്പെട്ടവരിലാണോ ഉള്ളത് എന്ന് പറഞ്ഞിട്ടില്ല. ഈ ആയത്ത് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെ സംബന്ധിച്ച് നമ്മൾ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ നമുക്കറിയാമല്ലോ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എളാപ്പയാണ്. ആ എളാപ്പയുടെ മകനാണ് അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഈ ആയത്ത് ഇങ്ങനെ ഓതുമ്പോൾ കരയുന്നത് ഇക്രിമ റളിയല്ലാഹു അൻഹുവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇക്രിമത്ത് ബിൻ അബൂജഹൽ, അബൂജഹലിൻ്റെ ഒരു മകനാണ് ഇക്രിമ റളിയല്ലാഹു അൻഹു. ഇക്രിമ റളിയല്ലാഹു അൻഹു നേരെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, എന്തിനാണ് അങ്ങ് ഈ ആയത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കാണുക? അപ്പോൾ ചെന്നിട്ട് ചോദിച്ചു, എന്താണ് അങ്ങ് കരയുന്നത്? എന്നെ കരയിപ്പിച്ചത് ഈ ആയത്തുകളാണ് എന്ന് പറഞ്ഞ് ഈ ആയത്ത് ഓതി കേൾപ്പിക്കുക. ഖുർആൻ ഓതുമ്പോൾ ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയിട്ട് ആ ആയത്തും ഞാനും തമ്മിലുള്ള ബന്ധം, പൊരുത്തം എങ്ങനെയാണ് എന്ന് ആലോചിച്ചിട്ട് അദ്ദേഹം കരയാണ്. എന്നിട്ട് അദ്ദേഹം അതിന് വിശദീകരിച്ചത്, ഇവിടെ നോക്കൂ, ഈ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നത് തിന്മ തടയുന്നവരെ അള്ളാഹു രക്ഷപ്പെടുത്തി. തിന്മ തടയാതെ നിഷ്പക്ഷരാണെന്ന് പറഞ്ഞ് മാറി നിന്നവരെ സംബന്ധിച്ച് അള്ളാഹ് ഒന്നും പറഞ്ഞിട്ടില്ല. അവർ ശിക്ഷിക്കപ്പെട്ടിരിക്കുമോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ എന്തെല്ലാം തിന്മകൾ നമ്മൾ കാണുന്നുണ്ട്. അതിനെതിരെ നമ്മൾ ആരും പൊരുതാറില്ലല്ലോ, നമ്മളാരും അതിനെ വിമർശിക്കാറില്ലല്ലോ. ആ തിന്മയെ തടയാൻ വേണ്ടി നമ്മൾ ആരും ഒന്നും ചെയ്യലില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നാം ശിക്ഷക്കർഹരാകുമോ? ഇതാണ് പേടി. അത് ആലോചിച്ചിട്ട് എനിക്ക് കരച്ചിൽ വരായിരുന്നു. അല്ലാഹ് നമ്മൾ അതിൻ്റെ പേരിൽ ശിക്ഷിക്കുമോ? ഇവിടെ തിന്മ തടയാത്തവരെ സംബന്ധിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ.
അവർ ശിക്ഷിക്കപ്പെട്ടവരായിരിക്കുമോ എന്ന് ആലോചിച്ചിട്ടാണ് കരയുന്നത്. അങ്ങനെയാണെങ്കിൽ നാമും പല വിഷയത്തിൽ ശിക്ഷിക്കപ്പെടാൻ സാധ്യതയില്ലേ? ഇങ്ങനെ ഖുർആൻ ഓതുമ്പോൾ ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അത്തരം ശിക്ഷാർഹരിൽ നമ്മൾ പെടുമോ എന്ന് അദ്ദേഹം ആലോചിക്കുകയും കരയുകയും ചെയ്യാം. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ മഹാന്മാരുടെ ആ പദവിയിലേക്ക് എത്താനും അങ്ങനെ കരയാനൊന്നും സാധ്യമല്ലെങ്കിലും ഈ പറയുന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുകയും തിന്മക്കെതിരെയുള്ളൊരു നിലപാട് സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാവുകയും ചെയ്യണം. അതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാനുള്ള പാഠം. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചെയ്തിരുന്നത് ആലോചിച്ചപ്പോൾ ഇക്രിമ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ സമാധാനിപ്പിക്കുകയാണ് പിന്നീട് ബാക്കി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഫലമ്മാ നസൂ മാ ദുഃഖിറൂ ബിഹി, അവരോട് ഉണർത്തപ്പെട്ടത്, അവരോട് ഓർമ്മപ്പെടുത്തപ്പെട്ടത് അവർ മറന്നപ്പോൾ, അൻജൈനല്ലദീന യൻഹൗന അനി സൂഇ, തിന്മയെ തടയുന്നവരെ നാം രക്ഷപ്പെടുത്തി. വഅഖദ്നല്ലദീന ളലമു, അക്രമം ചെയ്തവരെ നാം പിടികൂടി. എന്താണ് ഇവിടെ അക്രമം എന്ന് പറഞ്ഞാൽ? ശനിയാഴ്ച മീൻ പിടിക്കുക എന്നുള്ളതാണ് അവർ ചെയ്ത അന്യായം. ബിഅദാബിൻ ബഈസിൻ, കൊടൂരമായ ശിക്ഷ കൊണ്ട്. ബഈസിൻ ബിമാ കാനൂ യഫ്സുഖൂൻ. ബഈസിൻ എന്ന് പറയുമ്പോൾ നൂനിൻ്റെ അവസാനിക്കുക. ഇവിടെ അടിയിൽ ചെറിയൊരു മീം ഇങ്ങനെ കാലടിയിക്കാക്കിയിട്ടിരിക്കുക. അപ്പോൾ ആ നൂനിൻ്റെ ഉച്ചാരണം കേൾക്കൂല, മീമായിട്ട് മാറും എന്നുള്ളത് നമ്മൾ പറയില്ലേ, നൂനിനെ മറിച്ച് മീമാക്കി. അതാണ് ബിഅദാബിൻ ബഈസിൻ ബിമാ കാനൂ, രണ്ട് സ്ഥലത്തും അങ്ങനെ തന്നെ. ബിഅദാബിൻ ബഈസിൻ ബിമാ കാനൂ യഫ്സുഖൂൻ, അവർ അനുസരണക്കേട് കാണിച്ചത് കൊണ്ട് അവരെ കൊടൂരമായ ശിക്ഷ കൊണ്ട് നാം പിടികൂടുകയും ചെയ്തു. ഫലമ്മാ അത്തൗ അമ്മാ നുഹു അൻഹു, അവരോട് വിരോധിക്കപ്പെട്ടതിനെ സംബന്ധിച്ച് അവർ ധിക്കാരം കാണിച്ചപ്പോൾ, ഈ ധിക്കാരം ഉണ്ടാകുക പലപ്പോഴും അഹങ്കാരത്തിൽ നിന്നാണ് ധിക്കാരം ഉണ്ടാവുക. അങ്ങനെ അവർ ധിക്കരിച്ചപ്പോൾ ഖുൽനാ ലഹും, നാം അവരോട് പറഞ്ഞു, കൂനൂ, നിങ്ങളാകണം, ഖിറദത്തൻ, കൊരങ്ങന്മാർ. ഖിർദ് എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് ഖിറദത്ത്. ഖാസിഈൻ, നിന്ദ്യരായ. അപ്പോൾ കൊരങ്ങന്മാരായി മാറണം. പല ആളുകളും അതിനെ വിശദീകരിക്കുമ്പോൾ പറയാറുണ്ട്, അവർ യഥാർത്ഥത്തിൽ ഉടലൊന്നും കൊരങ്ങന്മാരായിട്ടില്ല, മനസ്സ് കൊരങ്ങന്മാർക്കായി എന്ന്. അതൊരു ശിക്ഷയായിട്ട് നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയില്ല. കൊരങ്ങന്മാരെ മനസ്സുള്ള മനുഷ്യന്മാരല്ലെങ്കിലും ഉണ്ടാവുമല്ലോ, എല്ലാ കാലത്തും ഉണ്ടാവും. അനുകരിക്കാൻ, കുറ്റം ചെയ്യാനൊക്കെ തയ്യാറുള്ള, പരിഹസിക്കുന്ന വിധത്തിൽ. ശരീരവും കൊരങ്ങന്മാരാകുമ്പോഴാണ് അദാബും ബഈസാവുക. ബഈസ് ഏറ്റവും അദാബും ബഈസ്. അതുപോലെ ഖിറദത്തൻ ഖാസിഈൻ, അല്ലാതെ സ്വഭാവം കൊരങ്ങായി നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹ് പറഞ്ഞ കൊരങ്ങന്മാരാക്കിയെന്ന. അപ്പോൾ ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാർ കൊരങ്ങന്മാരായി മാറുക. ആ കൊരങ്ങന്മാർക്ക് അറിയാം ഞങ്ങൾ ശിക്ഷിക്കപ്പെട്ടതാണ്, മനുഷ്യരായിരുന്നു. അതിൻ്റെ ദയനീയാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കാൻ. പാരമ്പര്യമായി കൊരങ്ങന്മാരല്ല, മനുഷ്യർ. അള്ളാഹ് അത് വളരെ കടുത്ത കൊടൂരമായ ഇതിലേറൊരു ശിക്ഷ ഇനിയിപ്പോൾ എന്താണ്? അല്ലാഹു തആല നമ്മയൊക്കെ എല്ലാവിധ ശിക്ഷകളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ കൂടുതൽ പഠിക്കുവാനും അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ അവനിഷ്ടപ്പെട്ട രീതിയിൽ ക്രമീകരിക്കുവാനും സഹായിക്കുമാറാവട്ടെ. اللهم علمنا من القرآن ما جهلنا وذكرنا منه ما نسينا وارزقنا تلاوته آناء الليل وأطراف النهار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.